ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനാണ്. എന്താണെന്നറിയാം, ഇന്ന് കിട്ടിയിട്ടില്ല മീൻ മത്തിയോ പിന്നെ ഈ അയക്കൂറ മീൻ ചെറുതുണ്ടല്ലോ അതാണ് കിട്ടിയത്. ഫ്രഷാണ്, കടന്ന് പിടിച്ചപാട് കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ മീൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പണിയാണ് ഈ മത്തി ഒന്ന് കട്ട് ചെയ്യാൻ. ഭയങ്കര ചൂടായതുകൊണ്ടേ ഇപ്പോൾ 2-3 ദിവസമായല്ലോ മഴയുണ്ട്, എന്നാലും ഈ രാവിലെ തുടങ്ങി ഭയങ്കര ചൂടാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മൾ സീനേച്ചായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് മീൻ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി മക്കളൊക്കെ അതിലത്ത് വന്നിട്ടുണ്ട്. ഈ മത്തിയില്ല, ഫ്രഷായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഈ ഫ്രഷ് ഇല്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോരോ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീനേച്ചിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഈ പൂച്ചയല്ലേ, പൂച്ചക്ക് മീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരമൊക്കെ ഉണ്ടായത്. എന്താ വെച്ചാൽ ഓന് മുകളിൽ പ്രസവിച്ചിട്ടുണ്ട്, മീനൊക്കെ കൊണ്ട് മുകളിൽ റൂമിലിട്ട് വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ പോയിട്ട് നേരെ പച്ചക്കറി മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു, പച്ചക്കറി വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ കേബേജാണ് ഇന്ന് വറവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആവശ്യം പകുതി മതി, വലുതായിട്ട് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ കേബേജൊക്കെ കട്ട് ചെയ്തു. മത്തി മുളകിട്ട് തേങ്ങ അരച്ച കറിയാണ് വെക്കാൻ പോകുന്നത്. ഇത് കേബേജ് ഞാൻ വേഗം കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടേ ഈസി പണിയായിട്ട് ആദ്യം തന്നെ വേഗം വലുതായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കറി വെക്കാൻ പോകുന്നു. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു. ഇനി കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിന് ശേഷവും അപ്പം ഞാൻ ഇത് സെപ്പറേറ്റ് ഇടാൻ കാരണം മുളകിട്ട കറിയിൽ വന്നിട്ട് വെളുത്തുള്ളി ചേർക്കും. നമ്മൾ ഈ തേങ്ങ അരച്ച കറിയിൽ വെളുത്തുള്ളി ചേർത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനി വറവിനുള്ള പണിയൊക്കെ എടുക്കണം. അങ്ങനെ ആ ചട്ടി അടുപ്പത്ത് വെച്ചു, വറവ് അടുപ്പത്തിട്ട് ഉപ്പും മഞ്ഞളിൻ്റെ പൊടിയാണ് ഇട്ടത്. വലിയ ഒരു ഇത് ഒന്നുമില്ല. അങ്ങനെ വറവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി മുളകിട്ട കറി വെക്കണം. ഇനി തേങ്ങ ഞാൻ ഓൾറെഡി ചിരണ്ടി അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതിൽ. ഇത് തേങ്ങ അരക്കാൻ മുളക് പൊടി, മഞ്ഞളുടെ പൊടി, ഇത്തിരി കഷ്ണം ഇഞ്ചിയാണ് ഇട്ടുള്ളത്. ഇത് പുളി കരിച്ചിട്ടല്ലേ, ആ പുളിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ടെടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരണം, നല്ല മീനിട്ടാലേ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ വറവിനുള്ള തേങ്ങ ഇട്ടുകൊടുത്ത്, തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പില ഇടാൻ വിട്ടുപോയി. അങ്ങനെ കറിവേപ്പില ഇട്ട് ഇനി മുളകിട്ട കറിക്ക് ഈ മല്ലിപ്പൊടി ഞാൻ അത്ര ചേർക്കാറില്ല, എനിക്കത്ര ഇഷ്ടമല്ല അതിൽ ചോയ. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച കറി തിളച്ച് വന്ന സമയത്ത് മത്തി ഇട്ട് കൊടുത്ത് ഇനി മീൻ കറിക്ക് മുളകിട്ട കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളക്കട്ടെ. ഇനി നമ്മൾ കറിവേപ്പില ഇടണം. ഫസ്റ്റ് ഇട്ടാലേ അത്ര സ്മെല്ലുണ്ടാവില്ല. ഈ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് നിങ്ങൾ ഈ കറിവേപ്പില ഇട്ടൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുക. അങ്ങനെ അതൊക്കെ റെഡിയായി. ഇനി നമുക്ക് മീൻ പൊരിക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അയക്കൂറൻ്റെ ചെറിയ കുഞ്ഞു മീൻ. അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത്, മഞ്ഞൾ, ഉപ്പ്, മുളക്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കിയിട്ട് പച്ചമുളക്, കരിവേപ്പില, മല്ലിയിലെല്ലാം പേസ്റ്റാക്കി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്